ആതുര സേവനം. കൊള്ളപ്പലിശയ്ക്ക് കടം കൊടുത്ത് കാശുണ്ടാക്കുന്ന ബ്ലേഡ് കമ്പനിക്ക് ഇതിലും എത്രയോ ഭേദമാണ് ഡോക്ടർ. മാനേജ്മെന്റിന്റെ ഭാഗമെന്ന നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കി കുറെയൊക്കെ ബിസിനസ് കൂടി നോക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് ഡോക്ടർ. ഐ എം സോറി ഡോക്ടർ മാർക്കോസ്. 1ാം ക്ലാസ് മുതൽ FRCS വരെ അഡ്മിഷനും ഡിഗ്രിയും അപ്പന്റെ കാശിന്റെ ബലത്തിൽ വാങ്ങിച്ചിട്ടുള്ള തനിക്ക് ഇതൊരു ബിസിനസ്സാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഞാൻ പാസ്സായത്. എനിക്കിതൊരു ബിസിനസ് അല്ല, സ്നേഹവും സേവനവും മാത്രമാണ്. സ്നേഹവും സേവനവും മാത്രമാണ് ഉദ്ദേശമെങ്കിൽ വല്ല സർക്കാർ ആശുപത്രിയിലും പോയി ജോലി നോക്കുന്നതായിരിക്കും. പകൽ മുഴുവൻ സർക്കാർ സേവനവും വൈകുന്നേരങ്ങളിൽ പ്രൈവറ്റ് പ്രാക്ടീസുമായി പാവപ്പെട്ട രോഗിയിൽ നിന്നും ഫീസ് ഞെക്കി പിഴിഞ്ഞു വാങ്ങുന്ന കഴിവന്മാരെ കണ്ടു മടുത്തിട്ടാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? മെഡിക്കൽ ഡിഗ്രി കയ്യിൽ കിട്ടുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഹിപ്പോക്രാറ്റ്സ് ഓത്ത്. I swear by Apollo physician that I will use treatment to help the sick according to my ability and judgment, but I will never use it to injure or wrong them. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആതുര ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകൾ ഒന്ന്, അതിൽ ഒന്നുപോലും ഓർമ്മയില്ലാത്ത തന്നെ പോലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷനെ ഇത്തരം തരം താഴ്ന്ന ഇറച്ചി കച്ചവടമാക്കിയത്? നിർത്തണം ഡോക്ടർ റോയ്, മൈൻഡ് യുവർ വേർഡ്സ്. യെസ് ഡോക്ടർ, ഐ മൈൻഡ് മൈ വേർഡ്സ്. അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ സ്ഥാപനത്തിലൂടെ കോടികൾ ലാഭമുണ്ടാക്കുന്ന നിങ്ങൾ ഈ കേസിലെങ്കിലും അല്പം കാരുണ്യം കാണിച്ചില്ലെങ്കിൽ അവർ നിങ്ങൾക്കെതിരായി കേസുമായി പോയാൽ കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഞാനും ഉണ്ടാവും. ഡോക്ടർ റോയ് മാത്യു, മൈൻഡ് യു.